ஆசைகளை தூக்கிவிட்டேன் நானே, இன்று பாசமில்லா வாழுகிறேன் நானே. ஆசைகளை தூக்கிவிட்டேன் நானே, இன்று பாசமில்லா வாழுகிறேன் நானே. எந்தன் வாழ்க்கையொரு நாள் படுமரமாக வளர்த்தேன், சொந்தம் என்று நினைத்தேன், அது நிஜமாக தெரிந்தேன். பாழ்மரமாய் வாழுகிறேன் நானே, சேர்த்து வைக்க மனசுக்குள்ள ஏதுமில்லையே. ஆசைகளை தூக்கிவிட்டேன் நானே, இன்று பாசமில்லா வாழுகிறேன் நானே. கடலுக்குள் அலை போலே தினமொரு தரு பயணம் போல் வாழ்க்கை முடியும் வரையும் தொடர்கின்றது போல், உடலுக்குள் உயிர் போலே தொடர்வது சிறு பயணம் போல், மனிதன் மனதில் கடவுள் வாழ்ந்ததினாலே நான் போகும் பாதையெல்லாம் பார்க்காமல் போகிறேன். ஏமாந்து வாழ்கையிலே எங்கே. அப்பா, இதுதான் வித்யா டீச்சர் வீடு. ஆனாலும் டீச்சர் அம்மா இங்க இல்லடா, பள்ளிக்கூடம் தான் இருக்கும். சொந்த சுகம் தேடவில்லையே, ആസകളെ തൂക്കിവിട്ടേൻ ആ സിംബു നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോടാ. പാസമില്ല വാഴുകിറേൻ നാനേ. மகளை தெரியாமல் நினைவில் நினைவை போற்றி பல நாள் பயணம் தேடி போனதினாலே சிந்தனைகள் தெரியாமல் மனதில் மௌனம் பேரி. எதுக்கடா அந்த பரிசை திருப்பி கொடுத்த கம்மநாட்டி? ஏனந்தன் வாழ்க்கையில் அங்க என்னடா பண்ணிட்டு இருக்க? வேலை பாருடா. அப்பா, எனக்கு இந்த பணி வேண்டப்பா. எனக்கு இந்த பணி வேண்டாம். எனக்கு கிளாஸுக்கு போய் படிக்கணும். ഇന്നൊരാളെ കാണാനില്ലല്ലോ, എവിടെ പോയി? ആ, അറിയില്ല മിസ്സേ. വിദ്യാ മിസ്സേ, നാളെ ഞങ്ങക്ക് ക്ലാസ്സില്ല. ആ, എന്തു പറ്റി? ക്ലാസ്സില്ലെന്നറിയുള്ളൂ, എന്താ കാരണം എന്ന് എനിക്കറിയില്ല. വിദ്യാ മിസ്സേ, ഇന്ന് ട്യൂഷൻ നേരത്തെ തീർക്കോ? നേരത്തെ വീട്ടിൽ പോവാനാ. ഏയ്, അതൊന്നും പറ്റില്ല. വിദ്യാ മിസ്സേ ഇതേ ആക്രസിം പോകണോ? അവൻ എല്ലാ ദിവസവും ഞങ്ങളുടെ സ്കൂളിന്റെ മുന്നിൽ വന്നേ നോക്കിക്കാറുണ്ട്. അവിടെ അങ്ങനെ പലരും നിൽക്കും. നീയൊക്കെ മര്യാദയ്ക്ക് പഠിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ ആക്രമിക്ക് നടക്കേണ്ടി വരും. வேலை பாருடா.
ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് എഡ്യൂക്കേഷനെ പറ്റിയാണ് കേട്ടോ. എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് മസ്റ്റ് ബി ഗിവൺ ഫോർ അസ് അറ്റ്ലീസ്റ്റ് ഫ്രീ ഇൻ ദ എലമെൻ്ററി ഓർ ഇൻ ദ സപ്ലിമെൻ്ററി സ്റ്റേജ്. നമുക്ക് ചെറുപ്പകാലത്തിലെങ്കിലും ഫ്രീ ആയിട്ട് ലഭിക്കേണ്ട ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരു മൂല്യമായ അവകാശമാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പോൾ ചെറുപ്പകാലത്തിലെങ്കിലും എല്ലാവരും എഡ്യൂക്കേഷൻ നേടിയിരിക്കണം. ടീച്ചറെ, ഞങ്ങൾക്കെന്താ വിദ്യാഭ്യാസം ഫ്രീ ആയിട്ട് തരാത്തത്? ചാച്ചി, പഴയ പ്ലാസ്റ്റിക് ഇരുമ്പ് പാട്ട് ഏതാവത് ഇരിക്കാ? കുപ്പി, പേപ്പറ്, കാർഡ്ബോർഡ് ഏതാവത് ഉണ്ടെന്നാ കൊടുക്ക. Candidates who are qualified through education. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? The Indian education system, the pre-primary education level is 5 to 6. നിങ്ങളെല്ലാം എന്താ അവിടെ നോക്കിയിരിക്കുന്നേ? നീ എന്നെ ഇവിടെ ക്ലാസ് എടുക്കാൻ സമ്മതിക്കില്ലേ? ഒന്ന് പോയേ. என்னடா பாத்துட்டு இருக்காங்க? வேலைக்கு போடா. என்னடா பாத்துட்டு இருக்காங்க? அப்பனா இருக்காங்க. போடா, ஏதாவது வேலைக்கு போடா. வேலைக்கு போனா தானே சாயங்காலம் சாப்பிட முடியும். ஸ்கூலுக்கு போனா சாப்பிட முடியுமாடா? போடா. அப்பா, எனக்கு ஸ்கூலுக்கு போக இஷ்டம் இருக்கு. நான் போக போறேன். ஸ்கூலுக்கு போனாலும் சாப்பிட முடியும். ഇവിടെ ശ്രദ്ധിച്ച എല്ലാരും. சிம்பு, வாடாங்க. படிச்சேன்னா பெரிய கலெக்டர் ஆக போறியா? போடா போடா கம்பனாட்டி கூட. ദാ മോളെ ചായ. മോളെ, ഇന്നലെ ആ പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു, സിംബുവേ. അവനെ സ്കൂളിൽ ചേർക്കാൻ ഒന്ന് സഹായിക്കണമെന്ന്. അതിനെ പറ്റിയില്ലെങ്കിൽ ആ ട്യൂഷൻ ക്ലാസ്സിലെങ്കിലും ഒന്ന് ഇരുത്തു മോളെ. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? എപ്പോ നോക്കിയാലും അവന്റെ കാര്യം മാത്രമാണല്ലോ പറയാനുള്ളൂ. അവനെ സ്കൂളിൽ ചേർക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഇതൊക്കെ അറിയാവോ? സ്കൂളിൽ ചേർക്കണമെങ്കിൽ TC വേണം. അവനിതൊക്കെ ഉണ്ടോ? അതിനെപ്പറ്റി വല്ലതൊക്കെ അറിയുവോ? എനിക്കത് അറിയാം മോളെ. അവന്റെ അച്ഛനാണെങ്കിൽ ഭൂലോക കുടിയനും. ഇപ്പോഴും അലമ്പും ബഹളമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ? കഴിഞ്ഞ ദിവസം അലമ്പ് കുടിച്ചിട്ട് അലമ്പുണ്ടാക്കിയിട്ട് അവനെ ആ കോളനിയിൽ നിന്ന് വരെ പുറത്താക്കി. ഇങ്ങനെയുള്ള വയ്യാവലികളൊന്നും എടുത്ത് തലവെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇവിടെ പിള്ളേരെ നിർബന്ധിച്ച് സ്കൂളിൽ വിടുക. അവനാണെങ്കിൽ സ്കൂളിൽ പോണെന്ന് നിർബന്ധം. അത് മാത്രല്ല മോളെ, അവന് നന്നായിട്ട് മലയാളം അറിയാം. മലയാളം അറിയാന്ന് വെച്ച് എന്തൊക്കെ പാടാന്നറിയോ? മലയാളം അറിയുന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവനൊരു വൃത്തിയോ മേനയോ ഒന്നുമില്ല. വെറുതെ ഇതിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന പിള്ളേരൊന്നും പിടിച്ച് സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല. മോളെ, അവനൊരു പാവാടി, സത്യസന്ധനാടി. ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇതുപോലുള്ള വയ്യവലികളൊന്നും തലയിൽ വലിച്ചു വെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കിതിനൊന്നും വിട്ട് ആർക്കും ഒരു സഹായം ചെയ്തു കൊടുക്കാനും പറ്റില്ല. വിദ്യ ടീച്ചർ, വിദ്യ ടീച്ചർ. എനിക്ക് സ്കൂളിലേക്ക് ചേരാൻ പറ്റുമോ? എൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ നോക്കാം. അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലെങ്കിലും ഇരിക്കാമോ? ടീച്ചർ, എനിക്ക് മലയാളം വായിക്കാനും എഴുതാനും അറിയാം. ടീച്ചർ, ടീച്ചർ, വിദ്യ ടീച്ചർ.
ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഫ്രീഡം എന്നതാണ് കേട്ടോ. എന്താ ഇവിടെ എല്ലാവരും വെറുതെ ചിരിച്ചോണ്ടിരിക്കുന്നേ? നീ എന്താ ഇവിടെ കയറിയിരിക്കുന്നേ? ടീച്ചർ, എനിക്ക് പഠിക്കാൻ ആശയുണ്ട്. ബേസിക്സ് ഒന്നും ഇല്ലാതെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. എനിക്ക് മലയാളം അറിയാം, എഴുതാനും അറിയാം. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. നിന്റെ അച്ഛൻ കുടിച്ചു വന്ന് ഇവിടെ ബഹളം ഉണ്ടാക്കും. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ? എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കാൻ പറ്റും. നീ ഇന്ന് ക്ലാസ്സിൽ നിന്ന് പോയി തന്നാ എനിക്ക് ബാക്കിയുള്ള കുട്ടികൾക്കെങ്കിലും ക്ലാസ് എടുക്കായിരുന്നു. വെറുതെ ഞങ്ങളുടെ സമയം പോകത്തില്ലേ ഉള്ളൂ. ക്ലാസ്സിൽ നിന്ന് പൊക്കോ. എങ്കിട്ട് പൈസയുണ്ട്, ഫീസ് കേട്ടാം. ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. നിന്നെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നിന്റെ അച്ഛൻ ഇവിടെ ഒന്നും ബഹളം ഉണ്ടാക്കും. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാ. നീ ഇന്ന് ക്ലാസ്സിൽ നിന്ന് പൊക്കോ പെട്ടെന്ന്. എന്നിട്ടാണ് ഈ കുട്ടികൾ ക്ലാസ് എടുക്കാൻ. சிம்பு என்னடாங்க? അമ്മ, என்ன അമ്മ, என்ன വേണ്ടപ്പാ. எத்தனை வாட்டி சொல்லிருக்கீங்க? அது அம்மா, கேட்டியா? கேட்டியா? வேண்டப்பா. கேட்டியா? கேட்டியாடா? கேட்டியாடா? சொன்னா கேட்க மாட்டியா? தப்பு சொன்னா கேட்க மாட்டியா? எத்தனை வாட்டி சொன்னேன் உன்னை? எனக்கு வராம. വേണ്ടപ്പാ. அது கேட்டியா? நீ கேட்டியா? നിന്റെ കുട്ടിയല്ലടാ അത്? ஆமா, என் புள்ளதா. അവന് എത്ര വയസ്സ് പ്രായമുണ്ടടാ? எத்தனை வயசாயிருந்தா என்ன வேலைக்கு வளர்ற? അവനൊരു ചെറിയ കുട്ടിയല്ലേ? ചെറിയ കുട്ടിയായിരുന്നാ என்ன വേலைக்கு போறது? എന്നിട്ടാണോ നീ അവനെ തല്ലിക്കൊല്ലണത്? ஆமா. നിന്റെ ഭാര്യനെ നീ തല്ലിക്കൊല്ലണടാ. നായന്റെ മോനെ. പാപ്പിടാ. പ്രായപൂർത്തിയാവാത്ത പയ്യനെ നീ പഠിക്കാൻ സമ്മതിക്കാതെ വഴിയിലിട്ട് തല്ലണോ? ഇനി എങ്ങാനും നീ പയ്യനെ ഉപദ്രവിച്ചു എന്ന് ഞാൻ അറിഞ്ഞ നിന്റെ നാട്ടിനെ ചവിട്ടി ഓടിക്കും. മര്യാദക്കല്ലേ? നിന്റെ ആക്രിപ്പണി മാത്രമല്ല, ഈ നാട്ടിനെ ചവിട്ടി ഓടിക്കും. கண்ணா சிம்பு கவலைப்படாத. உண்மகளை தெரியாமல் நினைவில் நினைவை போற்றி பல நாள் பயணம் தேடி போனதினாலே சிந்தனைகள் தெரியாமல் மனதில் மௌனம் பேரி கடவுள் கடமை காக்கும் காலம் போலே ஏனந்தன் வாழ்க்கையில் ஏனென்று தெரியாமல் ஆனாலும் எல்லையே தாண்டாமல் போகிறேன். வாழுகின்ற மனிதன் வாழ்க்கை இதுதான். காலம் தேசம் பாசமெல்லாம் மறந்திடவே ஆசைகளை தூக்கிவிட்டேன் நானே. இன்று பாசமில்லா வாழுகிறேன் நானே. അമ്മേ, ഓ, എന്താ അമ്മ അവിടെ ഒരു ആൾക്കൂട്ടം? മോളറിഞ്ഞില്ലേ? ആ സിംബുവിന്റെ അച്ഛൻ മരിച്ചു മോളെ. വണ്ടി മുട്ടിയതാന്നും പറയുന്നുണ്ട്, എടുത്ത് ചാടിയതാന്നും പറയുന്നുണ്ട്. പാവം, അതിന് അമ്മയില്ല. അതൊക്കെ അങ്ങനെ തീരാൻ പോണുള്ളൂ. അമ്മ എപ്പോഴും അത് തന്നെ ആലോചിച്ചിരിക്കുന്നോണ്ടാ. അതിനൊന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പൊ അച്ഛനും പോയി. എത്ര പ്രാവശ്യം മോളുടെ അടുത്ത് അവൻ വന്നതാ സ്കൂളിൽ ചേർക്കണമെന്നും പറഞ്ഞ്. നീ മൈൻഡ് ചെയ്തില്ലല്ലോ. എന്തായാലും നാളെ മോൾ സ്കൂളിൽ പോകുമ്പോ അവിടെ ഒന്ന് കയറണം കേട്ടോ.
നാളെയല്ലേ നോക്കാം. ഓ, ഇത് വിളിച്ചെന്നെ പറഞ്ഞു. ബോഡി എപ്പോഴാ എത്തിയാവോ? വെളുപ്പിനെ എത്തിയെന്നാ പറഞ്ഞേ. ആ ടീച്ചർ വരുന്നുണ്ട്. ടീച്ചറെ, ഇതാണ് സിംബുവിൻ്റെ വീട്. ഞാൻ വെച്ചു കൊടുത്ത വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അവൻ്റെ അച്ഛൻ്റെ ബോഡി ഇന്നലെ തന്നെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ അമ്മ നേരത്തെ മരിച്ചുപോയി. ടീച്ചറ് ഒന്ന് വന്നേ പ്ലീസ്. ടീച്ചർ ഇത് കണ്ടോ? ടീച്ചർക്കും അവൻ്റെ അമ്മയ്ക്കും ഒരേ ചായയായിരുന്നുവെന്ന് അവൻ എപ്പോഴും എന്നോട് പറയും. അതുമാത്രമല്ല, അവൻ്റെ അമ്മയും ടീച്ചറെ പോലെ മുല്ലപ്പൂ ചൂടുമായിരുന്നത്രേ. ടീച്ചറെ, ഇന്നലെ അവൻ്റെ അച്ഛൻ്റെ ബോഡിയോടൊപ്പം അവനെയും അവർ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി.